രാവിലെ നീച്ചാൽ എന്താ കടി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ടെൻഷനാണ് കേട്ടോ ഇന്ന്. കാരണം കുഞ്ഞാക്ക് ഈ ഹോട്ടൽ ഫുഡ് ഇങ്ങനെ കഴിച്ചിട്ട് നമ്മളിവിടെ എന്തുണ്ടാക്കിയാലും അതൊന്നും പറ്റില്ല. അങ്ങനെ ഞാൻ ഓരോ ദിവസവും ഒപ്പിച്ചൊപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോട്ടോ. പക്ഷെ ഇന്ന് എന്തായാലും അതൊന്നും എനിക്കൊരു മോചനം ഉണ്ട്. ഇന്നപ്പോൾ നമ്മൾ പൊറാട്ട പാർസൽ കൊണ്ടുവരാണ് കേട്ടോ. ഇന്ന് പണിക്കാരും കൂടെ ഉണ്ട്, കിണറിന്റെ പടവാണ്. അപ്പോൾ അതിന്റെ പണിക്കാർക്കും കൂടെ ചായ ഇവിടെ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഞാൻ ഡയറ്റിലായതുകൊണ്ട് എനിക്ക് 2 മുട്ട എക്സ്ട്രാ വെച്ചിട്ടുണ്ട് കേട്ടോ. എത്ര നേരത്തെ നമ്മൾ എണീറ്റ് പണിയെടുത്താലും നമ്മൾ കുറേ ടൈം ആവില്ല അടുക്കളയിൽ നിന്ന് ഒന്നും ഇങ്ങോട്ട് മാറി നിൽക്കാൻ. എന്തായാലും ഒരു 12:30 ബാങ്ക് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് അടുക്കളയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. പാർസൽ കൊണ്ടുവരുന്ന എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം നമ്മൾ പിന്നെ അതുമ്പോൾ മല്ലി കെട്ടി നിൽക്കണ്ടല്ലോ. എനിക്ക് ചായയും കടി ഉണ്ടാക്കുന്നതിനൊന്നല്ല കേട്ടോ. പക്ഷെ നമ്മളത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഹോട്ടൽ ടേസ്റ്റ് ഒന്നും ശരിക്കും നമുക്കത് എങ്ങനെ വെച്ചാലും നമുക്ക് ആ ഒരു ടേസ്റ്റിൽ എത്തിപ്പെടാൻ പറ്റൂല. കാരണം അവരതിൽ എന്തൊക്കെയോ കൂട്ടിയിട്ടാണ് കറിയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് വേണ്ടാത്തൊന്നും കൂട്ടിച്ചേർക്കും. പക്ഷെ ഇതൊന്നും കുഞ്ഞാക്കാക്ക് അറിയാഞ്ഞിട്ടൊന്നല്ല കേട്ടോ. നമുക്കാണെങ്കിലും ഹോട്ടൽ ഫുഡ് തന്നെയാണല്ലോ ഭയങ്കര താല്പര്യം. കുട്ടികൾക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കി കൊടുത്താലും ഹോട്ടൽ ഫുഡ് കൊണ്ടുവരിക, പാർസൽ വാങ്ങി അല്ലെങ്കിൽ അവിടെ പോയി കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു കണ്ണൊന്ന് വിടരും. അപ്പോൾ പൊറാട്ടൻ്റെ കൂടെ കുറച്ച് റോസ്റ്റ് ആണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് 1-2 മുട്ടയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാലിക്കറിയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ വെച്ച കുറച്ച് ബീഫും കൂടെ ഉണ്ടായിരുന്നു. അതും കൂടെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഡയറ്റ് ആയതുകൊണ്ട് തന്നെ രാവിലെ 2 മുട്ടേന്റെ വെള്ളയും കൂടി കഴിച്ച് ഞാൻ പിന്നെ ഒരു മുട്ടപ്പഴമാണ് കേട്ടോ കഴിച്ചത്. അതിന്റെ ഒരു ഫേവറേറ്റ് ആണ്. ആർക്കും ഈ മുട്ടപ്പഴം അത്ര ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ എനിക്കിത് എവിടെ നിന്ന് കിട്ടിയാലും ഞാൻ കഴിക്കും. പിന്നെ ഞാൻ കുഞ്ഞാക്കാക്ക് ഒരു ചുക്കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. കുഞ്ഞാക്കാക്കും കുട്ടികൾക്കൊക്കെ ജലദോഷം പനിയൊക്കെ ആയിരുന്നു. അങ്ങനെ രാവിലത്തെ ഉച്ചക്കത്തെയും പരിപാടികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നേർച്ചച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് തറവാട്ടിൽ നിന്ന് മുത്തച്ഛി കൊടുത്തയച്ചതായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ഫേവറേറ്റ് ഈ വട ആയതുകൊണ്ട് തന്നെ കുഞ്ഞാക്ക എപ്പോൾ വൈകുന്നേരം പുറത്ത് പോകുവാണെങ്കിലും ഞങ്ങൾക്ക് ഈ ഒരു വട കൊണ്ടു കേട്ടോ. രാവിലെ ആണെങ്കിലും അങ്ങനെ ചമ്മന്തി ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ഞാൻ വെറുതെ ഒന്ന് കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ ചമ്മന്തി കൂടെ കൂട്ടി കഴിച്ചു. കിണറിന്റെ മേലെ നമ്മൾ റിംഗ് കൊണ്ടല്ല കേട്ടോ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. നമ്മൾ ഓളോ ബ്രിക്സും കൊണ്ട് ഇങ്ങനെ പടുത്തിട്ടാണ് കേട്ടോ ഉയർത്തിയിട്ടുള്ളത്. കാരണം ഇതാണ് അതിന്റെ ഒരു വൃത്തി എന്നും പറഞ്ഞു. നമ്മൾ ഇത് കറക്കാല റിംഗ് ഒക്കെ നമ്മൾ ഇവിടെ തന്നെ വാർക്കാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മഴ കാരണം നമുക്ക് കൂടുതൽ കിണർ താഴ്ത്താനുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അപ്പം അതുകൊണ്ട് ബാക്കി 5-6 റിംഗ് നമ്മൾ തിരിച്ചു തന്നെ അയച്ചു കേട്ടോ. റിങ്ങിനേക്കാളും ലാഭം നമുക്ക് ഇങ്ങനെ പടുക്കുന്നതാണ് കേട്ടോ. എന്തായാലും തറന്റെ അവിടെ പോയി തിരിച്ചു വന്നപ്പോഴേക്കും മഗ്‌രിബ് ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു നേരമായി കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ മഗ്‌രിബ് കഴിഞ്ഞിട്ട്. പിന്നെ അതേപോലെ തന്നെയാണ് പുറത്താണെങ്കിൽ എനിക്ക് ഉള്ളിൽ കയറാനും ഭയങ്കര പേടിയാണ്. പിന്നെ നമ്മളെല്ലാ കാര്യത്തിനും പേടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ ഉള്ളിൽ കയറിനെ വേണമല്ലോ. വൈകുന്നേരം ആകുമ്പോൾ എന്നും നമ്മളിങ്ങനെ ഒന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ മനസ്സിന് നല്ലൊരു സമാധാനമാണല്ലേ. അപ്പോൾ ഇതുപോലെ പുറത്തിറങ്ങാത്തവരുണ്ടെങ്കിൽ ഒന്ന് പുറത്ത്. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.